Let's discuss one more problem. All of you read the question. We have seen how we can draw a series of right triangles as in the picture, isn't it? What are the length of the side of the 10th triangle? Second is, how much more is the perimeter of the 10th triangle than the perimeter of 9th triangle? Third, how do we write in algebra the difference in perimeter of the nth triangle and that of the triangle just before it? അപ്പം നന്നായിട്ട് ഈ ട്രയാങ്കിൾസ് നോക്കുക. ഈ ട്രയാങ്കിൾസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? താഴത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിൽ നിന്നാണ് അടുത്ത ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിൽ നിന്നാണ് അടുത്ത ട്രയാങ്കിൾ, അങ്ങനെയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? ഇതെല്ലാം എന്താണ്? റൈറ്റ് ട്രയാങ്കിൾസും ആണ് അല്ലേ? ആദ്യത്തെ ചോദ്യം 10th ഇങ്ങനെ വരച്ച് പോകുമ്പോൾ 10th ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ എന്താണ്? How much more is the perimeter of 10th triangle than the perimeter of 9th triangle? നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചല്ലോ, ഇപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിലെ പെരിമീറ്റർ ആയിരിക്കും കൂടുതൽ ആദ്യത്തിനെക്കാട്ടും അല്ലെ? അപ്പം എങ്ങനെ പോയി വരുമ്പോൾ 10th ട്രയാങ്കിളിന് മുന്നേ ഒരു 9th ട്രയാങ്കിൾ കാണും. അപ്പൊ അവരുടെ പെരിമീറ്റർ എത്ര ഡിഫറൻസിലാണ്, അല്ലെങ്കിൽ 9th പെരിമീറ്ററിനെക്കാട്ടിലും എത്ര കൂടുതലാണ് 10th പെരിമീറ്റർ, 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ? മൂന്നാമത്തെ ചോദ്യം, ഇപ്പം 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നിങ്ങൾ എത്ര ഡിഫറൻസിലാണ് കണ്ടുപിടിച്ചു? ഈ ഡിഫറൻസ് ഓൾജിബ്ര യൂസ് ചെയ്ത് എന്ത് ട്രയാങ്കിളും അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ട്രയാങ്കിളിന്റെ കേസ് വെച്ച് ഓൾജിബ്ര രൂപത്തിൽ എഴുതുക. ഇങ്ങനെയാണ്. ഇതാണ് 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. So let's discuss the first question, that is, what are the length of the side of the 10th triangle? 10th ട്രയാങ്കിളിന്റെ സൈഡിന് മുന്നേ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിളോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇതില് ആദ്യത്തെ ട്രയാങ്കിൾ കണ്ടോ? ആദ്യത്തെ ട്രയാങ്കിളിൽ നമ്മൾ കണ്ടു നമുക്ക് ബേസും ഹൈറ്റും 1 മീറ്റർ ഉണ്ട്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു? എത്രയാ? √2 അല്ലേ? സോ എന്തായിരിക്കും? ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾസ് വിൽ ബി 1 meter, 1 meter, √2 meter. Okay, so we get 1 meter, 1 meter, √2 meter. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കിക്കേ. ഇതിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൽ ബേസ് 1 മീറ്റർ ഉണ്ട്, ഹൈറ്റ് √2 മീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു മൂന്നാമത്തെ സൈഡ് എത്ര കണ്ടുപിടിച്ചായിരുന്നു? √3 അല്ലേ? √3 meter. So the length of the second triangle will be 1 meter, √2 meter, √3 meter. Again, മൂന്നാമത്തെ ട്രയാങ്കിളിലേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെയും നമ്മള് ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെ √3 മീറ്റർ ആണ്. നമ്മൾ കാൽക്കുലേഷൻ വെച്ച് ഇത് √4 ആണ് കണ്ടുപിടിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? √4 എന്ന് കണ്ടുപിടിച്ചു. അഗെയിൻ ഈ √4ഉം ഈ 1ഉം വെച്ച് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന √5 ആണ് കണ്ടുപിടിച്ചു. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ പല കണക്കുകളിലായിട്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന. ഇപ്പൊ സംശയമാണെങ്കിൽ നിങ്ങൾ ഒന്ന് പുറകോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാലും മതി. പൈതഗോറസ് തിയറത്തിൽ ചെയ്ത് നോക്കിയാലും മതി. സോ ലെറ്റ് ദ സൈഡ്സ് ഓഫ് ദി തേർഡ് ട്രയാങ്കിൾ ബി, നോക്കി പറഞ്ഞേ, 1 meter, √3 meter, √4 meter. Again, length of sides of the fourth triangle is 1 meter, √4 meter, √5 meter. Isn't it? നോക്കിയേ, ഇതൊരു പാറ്റേൺ അല്ലേ പോകുന്നത്? നോക്കിയേ, എല്ലായിടത്തും 1 meter. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 1 meter, 1 meter, √2 meter. സെക്കൻഡ് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ അഗെയിൻ 1 meter സെയിം ആണ്, √2 meter, √3 meter. തേർഡ് ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ എന്താ? 1 meter, √3 meter, √4 meter. അങ്ങനെ ആണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് എന്ത് ട്രയാങ്കിൾ? യെസ്, 1 meter, √10 meter, √11 meter. Isn't it? So these are the length of the 10th sides of 10th triangle. Now the second question is, how much more is the perimeter of the 10th triangle than the perimeter of 9th triangle? 9th ട്രയാങ്കിളിനെക്കാട്ടിലും എത്ര പെരിമീറ്റർ കൂടുതലാണ്? അപ്പൊ അവിടെ എന്താ ചെയ്യണ്ടേ? രണ്ടിന്റെയും പെരിമീറ്ററുകളുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. Isn't it? So what is the length of side of the 10th triangle? We have got it as 1 meter, √10 meter, √11 meter. So my question is, what will be the perimeter of this 10th triangle? എന്ത് ചെയ്താൽ മതി? അത്രേ ഉള്ളൂ, 3 സൈഡും കൂടെ കൂട്ടുക. സോ എന്ത് കിട്ടും?
1 plus root 10 plus root 11. ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി. കൂടുതൽ calculation ഇപ്പം ചെയ്യണ്ട. Next, what will be the length of sides of the 9th triangle? ഇപ്പോൾ 10th triangle എങ്ങനെയാണെങ്കിൽ 9th triangle എങ്ങനെ ആയിരിക്കും? Yes, 1 meter, root 9 meter, root 10 meter, isn't it? So what will be the perimeter of the 10th triangle then? Correct. 1 plus root 9 plus root 10. And we need the more in perimeter. More in perimeter can be found out by subtracting perimeter of 10th triangle. Sorry, perimeter of 9th triangle from perimeter of 10th triangle. So what we get? 1 plus root 10 plus root 11 minus 1 plus root 9 plus root 10. So after opening the bracket, there will be no change for 1 plus root 10 plus root 11. And the next changes to minus 1 minus root 9 minus root 10. So we get this. So after simplifying, what can you say? This plus root 10 and minus root 10 get cancelled. 1 and minus 1 get cancelled. The remaining is plus root 11 and minus root 9. So that's why we get root 11 minus root 9. And what is root 9? Yes, it's 3. So what we can say? Root 11 minus 3. So the more in perimeter is root 11 minus 3 meters. Okay. And the last part of this question. How do we write in algebra the difference in perimeter of the nth triangle and that of the triangle just before it? അതായത് ഇപ്പം ഇങ്ങനെ വരച്ച് പോകുമ്പോൾ ഒരു nth ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ n 10 20 എത്ര വേണേലും ആകാം, നിങ്ങൾ എടുക്കുന്ന നമ്പർ. അപ്പം ആ ട്രയാങ്കിളിന് ഒരു പെരിമീറ്റർ കാണും. അതേപോലെ ആ ട്രയാങ്കിളിന് തൊട്ട് മുന്നേ ഒരു ട്രയാങ്കിൾ കാണുമല്ലോ, ആ ട്രയാങ്കിളിന് ഒരു പെരിമീറ്റർ കാണും. ഇനി ഡിഫറൻസ് ഇൻ പെരിമീറ്റർ, അവരുടെ രണ്ട് പെരിമീറ്ററിന് ഡിഫറൻസ് എടുക്കുക. ഇത് നിങ്ങൾ എന്തുപയോഗിച്ച് കാണിക്കണം? ഓൾജിബ്ര ഉപയോഗിച്ച് കാണിക്കുക. ഇപ്പം എന്ത് ട്രയാങ്കിൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓൾജിബ്ര എന്തിലുള്ളൊരു നമ്പർ ആയിരിക്കും. സോ നമ്മളിതെങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്? ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? യെസ്, ആദ്യം നമ്മൾ ഇപ്പം എന്ത് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ വേണമെങ്കിൽ ആദ്യം എന്ത് ട്രയാങ്കിളിന്റെ സൈഡ്സ് വേണമല്ലോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് the sides of nth triangle will be correct 1 root n plus 1. So what about the perimeter of the nth triangle? Yes, 1 plus root n plus root n plus 1. Okay. ഇനി nth triangle തൊട്ട് മുന്നുള്ള triangle എന്ന് പറയുമ്പോൾ എന്താ? n minus 1th triangle, isn't it? So the perimeter of the triangle just before it, that is n minus 1th triangle, is what will be that? 1 comma root n minus 1 comma root n minus 1 plus 1 അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം സെക്കൻഡ് ട്രയാങ്കിൾ ആയിരുന്നപ്പം നമുക്ക് എന്തായിരുന്നു? 1 comma root 2 comma root 3, root 2 അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് 2ന്റെ നെക്സ്റ്റ് നമ്പർ root 3 അങ്ങനെ. അപ്പം n minus 1 ആകുമ്പോൾ എന്താ? 1 comma root n minus 1 comma n minus 1 കഴിഞ്ഞ് വരുന്നത്, അതായത് n minus 1 plus 1. ഈ n minus 1 plus 1 എന്താ? root n അല്ലേ? കാരണം minus 1 plus 1 ക്യാൻസൽ ആയി പോകും. So we get 1 comma root n minus 1 comma root n. And so the perimeter of this n minus 1 the triangle will be 1 plus root n minus 1 plus root n. Okay. So we need to find the difference in perimeter. So the difference in perimeter will be perimeter of the nth triangle minus perimeter of the n minus 1th triangle. That is 1 plus root n plus root n plus 1 minus 1 plus root n minus 1 plus root n. After opening the bracket, what we get? 1 plus root n plus root n plus 1 minus 1 minus root n minus 1 minus root n. All these positives become negative. So we get minus 1 minus root n minus 1 minus root n. So after cancelling, what we get? 1 and 1 get cancelled. Again, plus root n minus root n get cancelled. What is remaining is root n plus 1 minus root n minus 1. So we get
root n plus 1 minus root n minus 1. So, what we can say? The difference in perimeter of the nth triangle and that of the triangle just before it is root n plus 1 minus root n minus 1. Now, I hope you understood the generalization and the problems we have done. Here is a homework question. Before doing this problem, go through the problems we have discussed and then do it. Then you get a clear picture. And we will discuss the answers in the next class. In this class, we have seen two problems and go through the problems once again. Both these problems are very important and do the homework problem also. Let's meet in the next class. Thank you and have a nice day.